ശ്രീ ഷിബു മീരൻ, അപ്പോഴേക്ക് പ്രേംകുമാറിന്റെ കണക്ടിവിറ്റി ശരിയാക്കൂല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യൂ. ശ്രീ ഷിബു മീരൻ, ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങിയ ദിവസങ്ങളാണ്, ഹണിമൂൺ ഡേയ്സ് ആണ്. ഇപ്പോൾ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ധാരാളം നടത്താൻ കഴിയും. പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കയ്പുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുയോജ്യമല്ലാത്ത റെയിൽ എന്ന വാദം അന്ന് തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ശാസ്ത്രീയ വീക്ഷണം പുലർത്തുന്ന നിരവധി ആളുകൾ മുന്നോട്ട് വെച്ചതാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിന്തുണ അതിനുണ്ടായിരുന്നു. ആ വിജ്ഞാപനം റദ്ദാക്കുന്നതോടുകൂടി ഒരുപാട് മനുഷ്യർക്ക്, ഈ വെറുതെ മഞ്ഞക്കുറ്റി വീണ് കിടക്കുന്ന ഭൂമിയിലെ മനുഷ്യർക്ക് അവരുടെ ഭൂമി സംബന്ധിച്ച് ഇനി അതിന്റെ ക്രയവിക്രയം നടത്താൻ കഴിയും, പണയം വെച്ച് വായ്പ എടുക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്, നല്ല കാര്യമാണ്. അതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് തുടർന്നുള്ള നയസമീപനങ്ങൾ എന്ത് എന്നതിനെ കുറിച്ചുള്ള സൂചന ഇതിൽ നിന്ന് വായിക്കണം. അഭിലാഷ്, ഇപ്പോൾ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കേരയിൽ സമരം. സാധാരണ സമരങ്ങളോടുള്ള പോലെയുള്ള കേരളം വല്ലാതെ ഇമോഷണലായി കണക്റ്റഡ് ആയ ഒരു സമരമായിരുന്നു ഇത്. ഈ കേരയിൽ എന്ന ആലോചന വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അവരൊരു DPR തയ്യാറാക്കുന്നു, 63,000 കോടി അതിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നു. പക്ഷെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതോടെ കേരയിൽ അത് വരും കേട്ടോ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിച്ച ഒരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടായിരുന്നു. വല്ലാതെ സമരക്കാരെ പോലീസ് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ. ഇപ്പം ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ്റെ മണ്ഡലമായിരുന്നു. അവിടെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്ന ഒരു വയോധികയുടെ വീട്ടുമുറ്റത്ത് അടുപ്പ്, ആ അടുപ്പിന്റെ നടുക്ക് 3 കല്ല് ചേർത്ത് വെച്ച അടുപ്പിന്റെ നടുക്ക് 4ാമത്തെ ഒരു കല്ലായിട്ടാണ് ഈ കേരളിന്റെ മഞ്ഞക്കുറ്റി വരുന്നത്. പ്രതിപക്ഷ യുവജന സംഘടനകൾ കല്ലുകൾ പിഴുതെറിയുന്ന കാലമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ ആ കല്ലുകൾ പിഴുത് ദൂരെ എറിഞ്ഞു. പിറ്റേ ദിവസം ഈ മന്ത്രി നേരിട്ട് വരികയാണ്. എന്നിട്ട് അവരോട് ലൈഫ് മിഷനിൽ മനോഹരമായ വീട് പണിത് തരുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ നോക്കി നിൽക്കെ വലിച്ചെറിഞ്ഞ കല്ലുകൾ കൊണ്ടുവന്ന് മന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അത് പിന്നീട് അവിടെ പുനഃസ്ഥാപിക്കുന്നതും ഈ സഹോദരിക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർക്ക് ആ വീട് കിട്ടിയില്ല. 1 വർഷത്തോളം അവർ അപേക്ഷ നൽകി കാത്തിരുന്നു. പിന്നീട് ഈ കേരയിൽ വിരുദ്ധ സമരസമിതിയാണ് ആ വീടിന്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത്. അതിന്റെ തറയ്ക്ക് പണം കെട്ടുന്നത് ഇവർ 99 വാഴകൾ നട്ടു. എന്നിട്ട് ആ വാഴക്കുലകൾ ലേലം ചെയ്ത് വിറ്റ് തറയുണ്ടാക്കി വീട് പണിതു. 1-2 വർഷം കഴിഞ്ഞ്, എൻ്റെ ഓർമ്മ ശരിയാണ് 2025 ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ആ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നത്. ഈ കുറ്റി വീണ് കിടന്നത് എന്ന് വെച്ചാൽ ആ ഒരു പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഒരു റെയിൽവേ പദ്ധതിയാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ ഈ മഞ്ഞക്കുറ്റിയുമായി പോയി ധിക്കാര സ്വരത്തിൽ കോടികൾ ചെലവഴിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ വീടിന്റെ മുറ്റത്തും അടുപ്പിലും അടുക്കളയിലും ഒന്നും ഈ കുറ്റി സ്ഥാപിക്കേണ്ടിയിരുന്നില്ല. ഇനി ആ പദ്ധതി നടപ്പാവില്ല. മറ്റ് ആലോചനകളിലേക്ക് അന്നത്തെ ഗവൺമെന്റ് പോകണം. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ 100 കോടി രൂപ, അത് കേരയിൽ എന്നല്ല ആ പദ്ധതിയുടെ പേര്, അതൊരു അതിവേഗ റെയിൽപാതയാണ്, പക്ഷെ അതിന്റെ പേര് മറ്റൊന്നാണ്. എന്നാൽ പിന്നെ കേരയിൽ പദ്ധതിയല്ല, ഞങ്ങളുടെ ആലോചന ഇതാണ് എന്ന് വന്നാൽ ഇന്ന് കേരളത്തിലെ പുതിയ സർക്കാർ ചെയ്തതുപോലെ ലളിതമായിരുന്നു. അത് അവർക്കൊരു ഉത്തരവിറക്കാമായിരുന്നു. ഈ അഹല്യാശില പോലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ മുകളിൽ പതിച്ചു കിടക്കുന്ന ഈ കല്ലുകൾ പറിച്ചെറിഞ്ഞ് അവർക്ക് ശാപമോക്ഷം കൊടുക്കാമായിരുന്നു. ആ ഗവൺമെന്റ് അത് ചെയ്തില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ പലതും നടപ്പാക്കി വരുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇത് നടപ്പാക്കിയിരിക്കുന്നു. അത് ഡീനോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ആ കല്ലുകൾ കിടന്നത് കൊണ്ട് ആ മനുഷ്യർക്കുള്ള പ്രയാസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു റിലീഫാണ്. കാരണം കേരളം ഒന്നടങ്കം എതിർത്ത, ഒരു നിലക്കും ഫിനാൻഷ്യലി വയബിൾ ആവാത്ത, നമ്മളെ വലിയ കടബാധ്യതയിലേക്കും പാരിസ്ഥിതിക ആഘാതങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ ബദൽ ആലോചനകളാണ്. ഏത് വികസന പദ്ധതിയും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി മാത്രം, ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ വെറുതെ കൂറ്റനാടുണ്ടാക്കുന്ന അപ്പം 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് ചൂടോടെ പോയി വിറ്റ് അതിന്റെ പൈസയും വാങ്ങി തിരിച്ചു വരാം എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ വേഗത, നമ്മുടെ ഗതാഗത സൗകര്യങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ആലോചനകളിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ നമ്മൾ 2 പ്രളയങ്ങൾ നേരിട്ടു. പ്രളയ സമയത്ത് കിറ്റ് കൊടുത്തേണ്ട കാര്യമില്ല. ഇനി ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായ പ്രളയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന അപ്പോൾ വളരെ സന്തുലിതമായ സസ്റ്റൈനബിൾ ആയ വികസന പാതകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിത്തരത്തിലുള്ള കൂട്ടക്കുടിയൊഴിപ്പിക്കലുകളോ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി അവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു ഭാവിയിലേക്കൊരു ആലോചനയില്ലാതെ കല്ലുകൾ നാട്ടിവെച്ച് അവരെ ആ കല്ലുകളിൽ കെട്ടിയിടുന്നതല്ല എന്ന ബോധോദയമുള്ളൊരു ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കുന്നു എന്ന ശുഭസൂചന ഇതിലുണ്ട്. ഇപ്പൊ സമരസമിതിയുടെ പ്രതിയും തൽക്കാലത്തേക്കെങ്കിലും അവർ ഇതിനെ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഇതൊരു ആരംഭശൂരത്വം എന്ന നിലക്കല്ല, ഒരു ഗവൺമെന്റ് അത് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇത് മാത്രമല്ല, ഈ തീരുമാനങ്ങളൊക്കെയും കാണിക്കുന്നത് എന്ന നിലയ്ക്ക് ഇപ്പോൾ അതിനെ പോസിറ്റീവായി കാണണമെന്നാണ് അങ്ങയോടടക്കം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.